Good evening. Say louder, good evening. So before starting my message, I would like to sing 4 lines as a humble prayer to get the real blessings of Jesus Christ from heaven. Close your eyes. യേശുവേ വരദാന വാരിധേ മാനവ പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ കരുണാസാഗരമേ പാരിൻ പ്രാർത്ഥന കേൾക്കണമേ പാരിൻ പ്രാർത്ഥന കേൾക്കണമേ യേശുവേ വരദാനവാരിധേ മാനവ പ്രാർത്ഥന കേൾക്കണമേ. In the name of the Father, Son, and the Holy Spirit, one true God. Amen. Most Reverend Dr. A.V. Thomas, Reverend Jacob George, and the present vicar of this parish, Reverend Vidu. So I have 3 adjectives for these 3 priests. A.V. Thomas Session is an all-rounder. Right? Is omnipresent. Sometimes maybe in India, sometimes maybe in New York, and in each and every corner of Houston is always present. And our Jacob George Achen, even though he is a senior priest of this community, he is for the community always. I have witnessed plenty of things regarding this senior priest, so that is why I am giving that adjective. And Deepu Achen is always keeping a smiling face. ഞാൻ കാണുമ്പോഴൊക്കെ അച്ഛനെ ചിരിച്ചുകൊണ്ട് മാത്രമേ വേദന ഉണ്ടെങ്കിലും ചിരിക്കും, സന്തോഷമുണ്ടെങ്കിലും ചിരിക്കും. ഞാൻ വേദനയൊക്കെ വന്നാൽ പിന്നെ 2 ആഴ്ച കണ്ടതില്ല. So that is my nature. Anyway, I am happy with these 3 priests. And also, I would like to appreciate both the sides. Good choir members are here, melodious, angelistic hymns they have presented here. So give a big round of applause for all the choir members who are here. And one more thing in the introductory part, I would like to thank the present vicar and the parish assembly or the managing committee members for inviting me to say a few words in this present evening. എന്നെ സംബന്ധിച്ചിന്ന് ഇതെങ്ങനെ വരണം, എങ്ങനെ വരാതിരിക്കണം എന്ന് രാവിലെ മുതൽ ചിന്തിക്കുന്നൊരു ദിവസമാണ്. ബിക്കോസ് വി ആർ കണ്ടിന്യൂയിങ് ദ choir program, the caroling program of my parish. ഇന്ന് രാവിലെ 11 മണിക്ക് തുടങ്ങി, രാത്രി 11 മണി വരെയും ഡോർ ടു ഡോർ caroling സർവീസ് ഉണ്ട്. So in between, with the permission of other priests, I have 2 more priests with me. ഞാൻ ഇവിടോട്ട് വന്നപ്പോൾ എങ്ങനെ ഇവിടുന്ന് എത്രയും വേഗം പോകാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി പാട്ട് കേട്ടു. പക്ഷെ ഓരോ പാട്ടും മീനിങ് ഫുൾ ആയിരുന്നു, വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചതായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് പോകാനും മനസ്സില്ല. പക്ഷെ എനിക്ക് ഒരു ക്രിസ്മസ് മെസ്സേജ് കൂടെ കൊടുക്കാനുണ്ട്. ഇറ്റ് ഈസ് ഫോർ ദ മലയാളി അസോസിയേഷൻ ഓഫ് CNA community. So they have started their meeting and they are calling in between that they are sending text message for me. അവിടുന്ന് തുടങ്ങി, അവിടുന്ന് വിട്ടോ, അവിടുന്ന് കഴിഞ്ഞു. സോ ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ ഒരു ക്രിസ്മസ് കർത്താവിന് പോലും ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഒത്തിരി ബിസിയാന്ന് പറയാൻ വേണ്ടിയല്ല. അതുകൊണ്ട് ഇവിടെ ഒത്തിരി കാര്യം പറയണമെന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ അച്ഛൻ പറഞ്ഞു ഒരുപാട് പറയണ്ട, കാരണം ഇവിടെ ഇത് കഴിഞ്ഞ പ്രോഗ്രാം ഉണ്ടല്ലോ, അത്രയും വാശിയായിട്ടൊന്നും പറഞ്ഞില്ല. അച്ഛന് കുറച്ച് സമയം എടുക്കാനുള്ളൊരു സന്മനസ് എനിക്ക് തന്നിട്ടുണ്ട്. ഇവിടെ 3 വേദഭാഗം വായിച്ചു. 3 passages taken from the Bible. One is from the Old Testament
and the other is from where? The Gospel according to St. Luke, and the third one is taken from the Gospel according to St. Matthew. Have you listened it? ഒന്ന് കേൾക്കോ? മൂന്ന് കേൾക്കോ? ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കത്തില്ല, ചുമ്മാ മനസ്സാക്ഷിയോട് ചോദിച്ചിട്ട് കേൾക്കോ. വെറുതെ ഐസക്കച്ചനെ കാണിക്കാൻ വേണ്ടി കേൾക്കരുത്. അങ്ങനെ വെറുതെ കേൾക്കൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. എന്തിനാ ഇവിടെ വേദഭാഗം വായിച്ചു? What is the relevance of presenting the Bible passages three together in this particular occasion of Christmas Caroling Day? That is the real power of Christianity. That is the real backbone of Christianity. ഞങ്ങൾ കാരളിങ്ങിനൊക്കെ പോകുമ്പോൾ ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ അവരോട് പറയും ബൈബിൾ വായിക്കും. അപ്പോൾ അവർ ബൈബിൾ എടുത്തുകൊണ്ട് തന്നിട്ട് അച്ഛനോട് പറയുക, അച്ഛൻ വായിച്ചു പറയാം. ചിലരൊക്കെ മെസ്സേജ് അയച്ചു തന്നിട്ട് പറയും അച്ഛന് നല്ലത്, ഇത് അച്ഛന് കൊള്ളാം. അപ്പൊ അച്ഛന്മാരെ നന്നാക്കാനാണ് എന്തൊക്കെ ഉള്ളത്? ബൈബിള്. ക്രിസ്ത്യൻ മെസ്സേജസ് എല്ലാം ആർക്ക് വേണ്ടി ഉള്ളതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എവറിഥിങ് ഫോർ ദ ക്ലർജി. സോ ദിസ് ഈസ് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ കമ്മ്യൂണിറ്റി. എനിവേ, ഞാൻ അങ്ങനെയൊന്നും പറയാനില്ല, ഞാൻ മുമ്പോട്ട് പോകുകയാണ്. രണ്ട് വാക്കുകൾ രണ്ട് വേദഭാഗത്തിൽ നിന്ന് പരിചയപ്പെടുത്തുകയാണ്. The first is one from St. Matthew chapter 1:16, and the second is from Luke chapter 2:21. And Jacob, the father of Joseph, the husband of Mary, and Mary was the mother of Jesus, who is called the Messiah. And in Luke chapter 2:21, and at the end of 8 days, when he was circumcised, he was called Jesus, the name given by the angel before he was conceived in the womb. So രണ്ടിലും ഒരു വാക്കുണ്ടായിരുന്നു, കേട്ടവർക്ക് പറയും, which is the common word in both these two verses taken from the Bible. Google അടിച്ചു നോക്കിയാൽ നമ്മളെല്ലാം ഉത്തരം എവിടെ ഇരിക്കുന്നത്? Everything is connected with Google. Jesus, that is the real word. So what is the word meaning Jesus? ഇത് ചോദിക്കാനാണ് അച്ഛൻ വൈദ്യുതി വന്നത്. നിങ്ങൾ വർഷങ്ങളായിട്ട് പഠിച്ചത് അച്ഛൻ, അതുകൊണ്ട് ഇപ്പൊ പറയാൻ പറ്റില്ല. So what is the real word meaning? Jesus. Let's make a simple question. എന്തിനാ ആലോചിക്കുക? Emmanuel, or God with us. ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേര് വിളിക്കുന്ന ആ പേരാണ് യേശു, ജീസസ്. So what is the word meaning? Christ, the Savior, രക്ഷകനായ ക്രിസ്തു, നസറായനായ യേശു. യേശുവിന്റെ വീട്ടുപേരുണ്ട്. നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ എന്നെ പ്രവേശനം ചെയ്യരുത്. എനിക്ക് കാർ പാർക്ക് ചെയ്യാൻ അതിലെ 2 വട്ടം കാണിച്ചു. അപ്പൊ എല്ലാം ബുക്കിങ്. ഇവിടെ എല്ലാം എഴുതി വെച്ചേക്കുന്നത് വീട്ടുപേര്. അപ്പൊ ഞാൻ കരുതി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്റെ പേര് എവിടെയെങ്കിലും ഞാൻ എഴുതി വെച്ചിട്ടേ പോകും, എന്തെങ്കിലും എനിക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തതായിരിക്കും. നിങ്ങൾ അതിനെ നല്ല സെൻസിൽ യേശു ക്രിസ്തുവിന് വീട്ടുപേരുണ്ടായിരുന്നു. He was always calling as Jesus of Nazareth. അത് വീട്ടുപേരായിരുന്നു അല്ല. എന്താ നസ്രേത്ത് കർത്താവിന്റെ വാക്കിന്റെ അറ്റത്ത് വരാൻ കാരണം? The native place of Jesus Christ. അപ്പന്റെയും അമ്മയുടെയും സ്ഥലം നസ്രേത്തായിരുന്നു. അതുകൊണ്ട് ആ പേരിൽ അറിയപ്പെടുന്നു. നമ്മൾ ഇന്ന് അപ്പന്റെയും അമ്മയുടെയും പേരിൽ അറിയപ്പെടാൻ ഇഷ്ടമുള്ളവരാണ്. വെറുതെ ചിന്തിച്ചാൽ മതി. നമ്മളത് പറയാൻ ഇഷ്ടപ്പെടുമ്പോൾ, ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു മനുഷ്യനെ കണ്ടൊരു മലയാളിയെ ചോദിച്ചു, നാട്ടിലെവിടെയാണ്? കുറച്ചു നേരം ഇങ്ങനെ ആക്കി, പിന്നെ കുറച്ചു നേരം ഇങ്ങനെയാക്കി. എന്നിട്ട് പറഞ്ഞു somewhere in തിരുവല്ല. ഇവിടെ തിരുവല്ലക്കാരനൊക്കെ എന്നോട് ഇറങ്ങി വരുമ്പോൾ ദേഷ്യപ്പെട്ടു. somewhere in തിരുവല്ല. ഞാൻ പറഞ്ഞു എവിടെ? അപ്പൊ അത് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് പോയിട്ട് ഞാൻ അതെല്ലാം പോയിട്ടുള്ള സ്ഥലമായിട്ട് ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ ചോദിച്ചു എത്ര നാളായി വന്നിട്ട്? 7 years. ഞാൻ സർപ്രൈസ് ആയിപ്പോയി. 7 വർഷം കൊണ്ട് നാട് മറന്നു. അപ്പൊ അപ്പന്റെ പേര് ചോദിച്ചിരുന്നെങ്കിലും ഇങ്ങനെ തന്നെ. അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. അമ്മയുടെ പേര് ഞാൻ ചോദിച്ചില്ല, കാരണം എനിക്കത് വിഷമം ഉണ്ടാക്കുമോന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി. നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ഇന്ന് യേശു എന്ന പാദം നമുക്കൊക്കെ വളരെ ഇഷ്ടമാണ്. ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ദേവാലയത്തിൽ ഒരാളുടെ പേര് ഈശോ. അപ്പൊ ഞാൻ എപ്പോഴും പിടിച്ച് മുമ്പിൽ നിർത്തും. ഈശോയുടെ പുറകിൽ ആൾക്ക് നിൽക്കാൻ പറ്റുമോ? അച്ഛന് നിൽക്കാൻ പറ്റുമോ? ശരിയല്ലേ? ഈശോ എന്നുള്ള പേരുകൾ ഒത്തിരി പേർക്ക് കാണും. ഈ ഈശോ എന്ന പദം
It is not a simple word, it's a simple name. It is a culture. It is a way of life. It is an attitude. ഈ ആറ്റിറ്റ്യൂഡ് നമ്മളെ ആദ്യം പഠിപ്പിക്കുന്ന സ്ഥലം, ദാറ്റ് ഇസ് നോൺ ആസ് ദ ക്രിസ്തു അവിടെ കിടക്കുന്ന ഒരു രംഗമുണ്ട്. നിങ്ങൾ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. എത്ര ക്രിസ്മസ് കാർഡ് വായിച്ചോ? ഇപ്പൊ ഇത് PDF ഫയലിൽ കൂടെ എത്ര എണ്ണം വാട്സപ്പിൽ കൂടി ഇങ്ങനെ ഓടാൻ തുടങ്ങാം. ഇപ്പൊ 24 ആയി കഴിയുമ്പോൾ 2-3 ജോലിക്കാരെ ഇരിക്കണം. എന്തിനാണെന്നറിയോ? ഈ വന്നതിന് മറുപടി അയക്കാൻ. ഞാൻ ഇതിന്റെ പേര് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്റെ മൊബൈൽ ഞാൻ 2 ദിവസത്തേക്ക് കൊടുക്കും. എന്നിട്ട് എല്ലാവർക്കും മറുപടി അയക്കണം. ഒരു ചെലവില്ലാതെ ആരോ ഉണ്ടാക്കിയ PDF ഫയല് അങ്ങനെ ഷെയർ ചെയ്യുക. ഇതെങ്ങനെ മീനിങ്? ക്രിസ്തുവിന്റെ ആ പുൽക്കൂട്ടിലേക്കൊന്ന് നോക്കിയാൽ ജോസഫ് അവിടെ നിൽക്കുന്നത് മിക്കവാറും എല്ലാ ചിത്രത്തിലും ഒരു വടി പിടിച്ച് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുകയാണ്. ഒറ്റ നിൽക്കുക. മാതാവ് എങ്ങനെ നിൽക്കുന്നത്? ഒരു വിസ്മയത്തോടു കൂടി നിൽക്കുക. ദൈവമേ, എന്താ സംഭവിക്കുന്നത്? ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? യേശുക്രിസ്തുവിന്റെ മുഖത്ത് എന്താ ഉള്ള ആറ്റിറ്റ്യൂഡ്? ഒരു വിസ്മയം കർത്താവിന്റെ മുഖത്തുണ്ട്. പിന്നെ അവിടെ ആരൊക്കെയുണ്ട്? ആട്ടിടയന്മാരുണ്ട്, മാലാഖമാരുടെ സ്വർഗീയ ഗീതമുണ്ട്. പക്ഷെ ഇന്ന് CSI കോയർമയല്ല പറയുന്നത്, മലയാളികളോ മറ്റു സമൂഹങ്ങളോ നടത്തുന്ന കാരൽ സംഘം കണ്ടാൽ ബെല്ലി ഡാൻസ് ആണെന്ന് തോന്നുന്നു. ശരിയാണോ? ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കി ബെല്ലി ഡാൻസ്. ഇന്നലെ ഞാൻ റീൽ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് റിയൽ അല്ല, റീൽ കാണാൻ ഇഷ്ടമുള്ളവർ. നമ്മളിങ്ങനെ റീൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് പറഞ്ഞാൽ അത് ഞാൻ പുറത്തിറക്കുന്നതിന് മുമ്പ് റീലായിട്ട് അങ്ങനെ നോക്കിയിരിക്കുന്ന മനുഷ്യരുടെ കാലഘട്ടം. യേശുക്രിസ്തുവും പത്രോസും കൂടെ സംഭാഷണം നടത്തുന്നത്. യേശുക്രിസ്തുവും കർത്താവോട് കസേരയിൽ ഇരിക്കുന്നു, പത്രോസും നിൽക്കുകയാണ്. രണ്ടുപേരും കഴിക്കുന്നത് ലേസ്. എന്താണ് ലേസ്? പൊട്ടറ്റോ ലേസ് കഴിക്കുക. കർത്താവ് കഴിച്ചിട്ട് 2 എണ്ണം പത്രോസിന് കൊടുത്തു, പത്രോസ് കഴിച്ചിട്ട് 2 എണ്ണം കർത്താവിന് കൊടുത്തു. അപ്പൊ കർത്താവ് പത്രോസിനോട് പറയുക, എടാ പത്രോസ്, എന്തോ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനായി ഈ ഭൂമിയിൽ പിറന്നു. ഞാൻ തെരഞ്ഞെടുത്തത് വലിയ കൊട്ടാരമല്ല. എങ്ങും സ്ഥലമില്ലാതെ വന്നപ്പോൾ ഒരു പശുത്തൊട്ടിൽ എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടു. ഞാൻ അവിടെ കിടന്നു. ആട്ടിടയന്മാര് വന്നു, വിദ്വാൻമാര് വന്നു, എന്തൊക്കെയോ തന്നു. ഇതുവരെ ഞാനത് ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ കൊണ്ടുവച്ചിട്ട് പോയി. മാലാഖമാരുടെ നല്ല ഗാനമുണ്ടായിരുന്നു. യേശുക്രിസ്തു അടുത്തതായിട്ട് ചോദിക്കുക, ഇവന്മാരെന്തോ കണ്ടോണ്ടാ ഈ തുള്ളിച്ചാടുന്നത്? ഈ ചോദ്യം ആരോടാണെന്ന് അറിയുമോ? ഇന്നത്തെ കാലഘട്ടത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ക്രിസ്തു ജനിച്ച ആ കല്ലിടാവ് കാണുമ്പോൾ നമുക്ക് തുള്ളാൻ തോന്നുന്നത് അത് ക്രിസ്തു ആണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ട്. If you realize that if you are convinced yourself that is the real Christ, അവിടെ നമ്മൾ എങ്ങനെ നിൽക്കണം? വണങ്ങി നിന്നു. വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്, വിദ്വാൻമാർ അവർ കൊണ്ടുവന്ന പൊന്നും ഒരു കുന്തിരിക്ക കാഴ്ചവെച്ചിട്ട് വണങ്ങി നിന്നു. ആട്ടിടയന്മാർ ഭയഭക്തിയോടുകൂടി അവിടെ കുമ്പിട്ട് നമസ്കരിച്ചു. മാലാഖമാരുടെ സ്വർഗീയ ഗാനം അവർക്ക് സന്തോഷം നൽകി. ഈ ക്രിസ്തുവിനെ അല്ലേ 2025 നമ്മൾ ആഘോഷിക്കുന്നത്? വിനയത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ക്രിസ്തു. രണ്ടാമത് ഈ ക്രിസ്തു എന്ന പദത്തെ കുറിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ക്രിസ്തു എന്നത് ഒരു വികാരമാണോ, അത് വിചാരമാണോ, അതൊരു ഒക്കേഷണൽ ഫീലിംഗ് ആണ്. സിമ്പിൾ എക്സാമ്പിൾ, നമ്മൾ ചില ശുശ്രൂഷകൾക്കായി ദേവാലയത്തിലേക്ക് വരും, ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ. അത് അല്പം നീണ്ടുപോയാൽ നീരസപ്പെടുന്ന ഒരു തലമുറയും കാലഘട്ടം നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അതിനുശേഷം വരുന്ന റിസപ്ഷൻ മണിക്കൂറുകൾ പാസ്, അത് മുന്നോട്ട് പോയാൽ നമുക്ക് മടുപ്പുണ്ടോ? ഉണ്ടോ? ആലോചിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇത് ആലോചിച്ച് ഉത്തരം കണ്ടെത്തണം. ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മൾ ഇന്ന് ആഘോഷത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. ഇതൊരു വികാരമായിട്ട് മാറണം, ഇതൊരു ലഹരിയായിട്ട് മാറണം. ഈ വാക്ക് കേൾക്കുമ്പോൾ നമുക്കൊരു അനുഭവമാണെന്ന് തോന്നണം. ഈ ചിന്ത നിങ്ങളെ ധരിക്കട്ടെ. വീണ്ടും ഞാൻ ഈ വിഷയത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ കൊണ്ടുപോകുമ്പോൾ, യേശുക്രിസ്തു കിടക്കുന്ന ഇടം പെട്ടെന്നുണ്ടാക്കിയൊരു സ്ഥലമാണ്. അതിനൊരു ചെറിയ കഥ പറയാം. 3 വൃക്ഷങ്ങൾ കാട്ടിന്റെ ഉള്ളിൽ പരസ്പരം സംസാരിക്കും. നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ ചോദിക്കരുത് അത് ഏത് വൃക്ഷമാണ് സംസാരിച്ചത്. ഇതൊരു കഥയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നമുക്കൊരു നല്ല ഒരംശം അതിൽ കിട്ടാനുണ്ട്. അവർ തമ്മിൽ സംസാരിക്കുന്നത്
എനിക്ക് ലോകത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഏതെങ്കിലും ഉപകരണമായിട്ട് മാറണം, ഒരു ഫർണിച്ചറായിട്ട് മാറണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവായിട്ട് എന്റെ കാലഘട്ടങ്ങൾ ഉപയോഗിക്കപ്പെടണം. പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന ഈ പോഡിയം ഏതോ സ്ഥലത്ത് നിന്ന് അതിവിടെ വന്ന് വേദപുസ്തകം വെക്കുന്ന, വചനം സംസാരിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറണമെങ്കിൽ അതൊരു സെലക്ഷൻ തന്നെയാണ്, ആണോ അല്ലയോ? നിങ്ങൾ ഇരിക്കുന്ന പ്യൂസ് അതേതോ സ്ഥലത്ത് നിന്നൊരു മരമാണ്. ആ മരം അമേരിക്കയിലെ PCSI പള്ളിയിൽ എത്തണമെങ്കിൽ അതിനൊരു ദൈവത്തിന്റെ നിയോഗം കൂടി ഉണ്ടെങ്കിൽ സാധ്യമാകും. ചിന്തിച്ചാൽ ഇതിന് ഉത്തരം കിട്ടൂ. ഞാൻ പറഞ്ഞത്, ഈ അനുഗ്രഹീതമായ ഭാവത്തിൽ 3 മരങ്ങൾ തമ്മിൽ സംസാരിച്ചു. അവസാനം ഒരു മഴവുമായിട്ട് 3-4 ജോലിക്കാർ വന്നു ഈ മരം വെട്ടിക്കൊണ്ടുപോയി. ഒരാളെ കൊണ്ടുപോയത് ഒരു കഴുമരം ഉണ്ടാക്കാൻ, ഒരു മരത്തെ കൊണ്ടുപോയത് ഒരു വഞ്ചി ഉണ്ടാക്കാൻ, ഒരു മരത്തെ കൊണ്ടുപോയത് പശുവിനും കിടാവിനും ഒക്കെ നിൽക്കാനുള്ള ഒരു കാലിത്തൊഴുത്തുണ്ടാക്കാൻ. 3 സ്ഥലം. ഇപ്പൊ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഈ മരത്തിന്റെ ഭാഗ്യാവസ്ഥ മനസ്സിലായി. ഒരാളെ തൊഴുത്തുണ്ടാക്കുവാൻ, ഒരാളെ കഴിവരം ഉണ്ടാക്കുവാൻ, ഒരാളെ ഒരു വഞ്ചി ഉണ്ടാക്കുവാൻ. നല്ലതായിട്ടൊന്നും തോന്നിയില്ല. ക്രിസ്തുവിന്റെ ജീവിതവുമായിട്ട് ഇതിനെ ഞാനൊന്ന് ബന്ധിപ്പിക്കുകയാണ്. ക്രിസ്തു ആദ്യം പിറന്ന സ്ഥലം എവിടെയായിരുന്നു? പശുത്തൊഴുത്ത്. ആ പശുത്തൊഴുത്തിൽ ഉപയോഗിക്കപ്പെട്ട മരം. സന്തോഷിക്കാം, പക്ഷെ അവിടെ ആരും കൂടെ ഉണ്ടാകണം? ക്രിസ്തു കൂടെ അവിടെ ഉണ്ടാകുമ്പോഴാണ് ആ പശുത്തൊഴുത്ത് നിർമ്മിക്കപ്പെട്ട മരത്തിന് സന്തോഷം ഉണ്ടാകുന്നത്. കർത്താവ് ഗലീലായിലൂടെ കടന്നുപോയി, ഒരു വഞ്ചിയിലൂടെ സഞ്ചരിച്ച് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. ആ വഞ്ചിയിലും ദൈവ സാന്നിധ്യം, ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടായപ്പോൾ അതൊരു ജീവാംശമുള്ളതായിട്ട് മാറ്റപ്പെട്ടു. ഇനി കഴുമരത്തെ കുറിച്ച് പറഞ്ഞാൽ, ക്രിസ്തുവിനെ കുരിശിച്ചത് ഒരു മരത്തിലാണ്. നമ്മളത് പിന്നീട് പിൽക്കാലത്താണ് കുരിശെന്നൊക്കെ പദം ഉപയോഗിക്കാൻ. വേദപുസ്തകത്തിലെല്ലാം എഴുതിയിരിക്കുന്നത് മരത്തിന്മേൽ അവനെ ക്രൂശിൽ തറച്ചു. അതൊരു തടിയായിരുന്നു, മരമായിരുന്നു. ആ മരത്തിൽ നിന്ന് പുതിയൊരു വെപ്പൺ ഓഫ് സാൽവേഷൻ, അതാണ് ക്രോസ്. ഇപ്പൊ നമ്മൾ പ്രൊസഷൻ നടന്നപ്പോഴും ഏറ്റവും മുമ്പിൽ എന്തോ കൊണ്ടുപോയി? ചിലരുടെ ക്യാമറമാൻ കൊണ്ടുപോയി, അങ്ങനെ പറയുന്നില്ല. ഏറ്റവും മുമ്പിൽ വരുന്നത് ക്രിസ്തു നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുപോയ ഒരു കുരിശിന്റെ ചിത്രവുമായിട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത്, നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരെയും ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ ചിത്രീകരിക്കാം. പക്ഷെ ക്രിസ്തുവിന്റെ അംശം അവനിലുണ്ടെങ്കിൽ അവൻ ഏത് ചെറുതായാലും ഏത് വലിയവനായാലും, ഈ അടുത്ത സമയത്ത് പള്ളിയിൽ വന്ന ആളായാലും ഇത് തുടങ്ങുന്ന സമയത്തെ പള്ളിയിലുള്ള ആളാണെങ്കിലും, ക്രിസ്തുവിന്റെ അംശം അവനിലുണ്ടെങ്കിൽ അവൻ ആരായിട്ട് മാറും? അവൻ ദൈവാംശമുള്ളവനായിട്ട് മാറും. നിങ്ങൾ ചിന്തിക്കുക, വർഷങ്ങളായി, ചിലപ്പം ചിലരുടെ ഇപ്പൊ കണ്ടാൽ തോന്നും, ഈ പള്ളിയിലെല്ലാം മലയാളികളെ കണ്ടാൽ തോന്നും കൊളംബസിന്റെ കൂടെ വന്നേന്ന് തോന്നും. അങ്ങനെയൊക്കെ സംസാരിക്കും. നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഇപ്പൊ ന്യൂയോർക്കിലൂടെ ഒക്കെ പോയിട്ട് വെറുതെ മിണ്ടാതിരുന്നാൽ മതി. ഒരാളുടെ കാറിൽ കയറിയിരിക്കണം, ഇത് ഇവിടെ ആള് വന്ന ആ സ്ഥലമാണ്, കൊളംബസ് ആളത് ഇവിടെ വന്നൊക്കെ അടിച്ചു വിടും. അപ്പൊ ഞാനിങ്ങനെ കുറച്ചു നേരമൊക്കെ ക്ഷമിക്കും, പിന്നെ നോക്കും, പിന്നെ ഒരു മടിയില്ലാതെ ഇങ്ങനെ തകർത്തുകൊണ്ടേയിരിക്കും. നാസയുടെ മുമ്പിൽ കൂടെ ഒരിക്കൽ പറഞ്ഞ ഒരാളാണ്, അവിടെയാണ് മഹാത്മാഗാന്ധി വന്നത്. അത് എപ്പോഴാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെ നമ്മളൊരു മലയാളത്തിലൊരു വാക്കുണ്ട്, തള്ളുക. ഇങ്ങനെ തള്ളി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കാൻ, യേശുക്രിസ്തുവിന്റെ ഒരു ഫ്രേഗ്രൻസ്, ഒരു സുഗന്ധം നമ്മളിൽ ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. മൂന്നാമതൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻകാർണേഷൻ എന്നൊരു പദമാണ് ക്രിസ്തു പിറക്കാൻ നമ്മൾ, അല്ലെങ്കിൽ പിറന്നതിന്റെ സന്തോഷം പങ്കുവെക്കുവാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ദ ഫീസ്റ്റ് ഓഫ് നേറ്റിവിറ്റി ഓർ ദ ഫീസ്റ്റ് ഓഫ് ഇൻകാർണേഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. അവതരിക്കുക. അതിന് വേദപുസ്തകത്തിൽ കൊടുക്കുന്ന വാക്യം ഇങ്ങനെയാണ്: ജീവനുള്ള ദൈവത്തിന്റെ വചനം ജഡമായി മാംസവേഷം ധരിച്ചു. ഈ പ്രക്രിയയുടെ പേരാണ് ഇൻകാർണേഷൻ. പക്ഷേ പ്രക്രിയ പൂർണ്ണമാകണമെങ്കിൽ എന്ത് വേണം? ഈ ലോകത്തിലെ മനുഷ്യന്റെ ഒരു ശരീരം ആവശ്യമാണ്. ആ ശരീരം തന്ന ആളിനെ വിളിക്കുന്ന പേരാണ്, ശരിക്കും അമ്മമാരെ ഓർമ്മമാണെന്ന് എന്റെ വിചാരം. അമ്മ. ആ അമ്മയുടെ ഉദരത്തിൽ നിന്നാണ് ഒരു കുഞ്ഞിന് ശരീരം ലഭിക്കുന്നത്. ക്രോമസോമുകൾ കൂട്ടിച്ചേരുമെന്നൊക്കെ നമ്മൾ പറയും. ജനിപ്പിക്കുവാനൊരു അപ്പനുണ്ടാകണം. പക്ഷേ
പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ ദിവസവും ഭാരം കൂടുന്നൊരു പ്രക്രിയയാണ് പ്രഗ്നൻസി. ഇടയ്ക്ക് താത്തോക്കാൻ പറ്റുമോ? ഒരു 2 മാസം കഴിഞ്ഞിട്ട് അപ്പനെ ഏൽപ്പിക്കാൻ പറ്റും, കുറച്ച് സാധനം പിടിക്കാൻ പറയാൻ പറ്റുമോ? 7 മാസം കഴിയുമ്പോൾ പിടിക്കാൻ പറ്റുമോ? 9-ാം മാസം വേദന എടുക്കുമ്പോൾ പറയാൻ പറ്റും, ഒരു കാര്യം ചെയ്യും, എനിക്ക് പറ്റത്തില്ല, പോയി വന്ന് ഡെലിവറി കഴിഞ്ഞിട്ട് വരാം, ഇതൊന്നും പറ്റത്തില്ല. അങ്ങനെ ഒരാള് നമുക്ക് വേണ്ടിയുണ്ട്. ആളിന്റെ പേരാണ് അമ്മ. ഞാൻ ഈ സംസാരിക്കുന്നു, ഇവിടെ നിൽക്കുന്നുവെങ്കിൽ എന്റെ ഈ ശരീരം ആര് തന്നതാണ്? എന്റെ അമ്മ തന്നത്. അതാണ് എന്റെ അമ്മയോടുള്ള എന്റെ ബന്ധം, എന്റെ കടപ്പാട്. അത് മറന്നു പോകാതിരിക്കാനാണ്. ബാക്കി എല്ലാ അടയാളങ്ങളും മാറിപ്പോയാലും ഒരു ചെറിയ അടയാളം നിശ്ചയിക്കും. അമ്പലിക്കൽ പൊക്കിൽ എന്നൊരു സംഭവം എത്ര ക്രീം തേച്ച് നോക്കിയെന്നറിയാം. ജോൺസൺ ആൻഡ് ജോൺസൺ വളരെ ഇട്ട് തേച്ചു, കുട്ടിക്കൂറ പൗഡർ നിരക്കിയിട്ട് തേച്ചു, സാൻഡ് പേപ്പർ ഇട്ട് നോക്കി, അത് പോകുന്നില്ല. എന്താ കാര്യം? അത് അവിടെ ആവശ്യമാണ്. ഇതുപോലെയാണ് ക്രിസ്തുവിന് വേണ്ടി ഒരാൾ തെരഞ്ഞെടുത്ത ഒരു സ്ത്രീ ദൈവം മാറ്റിവെച്ചു. ആ മാറ്റിവെച്ച സ്ത്രീയിലൂടെ ദൈവകാരുണ്യം ഭൂമിയിലേക്ക് ഇറക്കുവാൻ അവസരമുണ്ടാക്കി. ഇതാണ് ഇൻകാർണേഷൻ. ഇനി അതിനൊരു മറുപുറം കൂടിയുണ്ട്. നമ്മുടെ എല്ലാ വർഷവും എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ കഴിഞ്ഞ ക്രിസ്മസിന് നമ്മളൊരു ക്രിസ്മസ് മെസ്സേജ് പറയാൻ ഒരു അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നതാണ്. ആ അച്ഛൻ പറഞ്ഞു, വല്ല ഓർമ്മയുണ്ടോ? അച്ഛനെ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച ദീപുവച്ചൻ പ്രസംഗിച്ചത് എന്താണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ധൈര്യപൂർവ്വം ഒന്ന് കൈകൊള്ളും. എന്റെ അച്ഛൻ അതിനുശേഷം ഞാനൊരു 50 യൂട്യൂബ് പ്രസംഗം കേട്ടായിരുന്നു. ഒരു പ്രയോജനവുമില്ല. ചിലര് ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രസംഗം കേൾക്കുന്നത്. യൂസ്ലെസ്. അങ്ങനെ കേൾക്കാനുള്ളതല്ല. ചിലർ പറയും, പ്രസംഗത്തിനിടയിൽ പറയാം, ചപ്പാത്തിയുടെ മാവോട് എടുത്തോണ്ടോ പ്രസംഗം കേൾക്കാൻ നമുക്കിതൊന്ന് കുഴച്ചു വെക്കാം. ഒറ്റ കുഴപ്പം, ഒറ്റ പരത്തം. വചനം അതുപോലെ പരക്കുന്നു പോകും. നമ്മളിത് പിടിക്കത്തില്ല. ഓരോ തിരുവചന ശുശ്രൂഷകളിലും നമ്മുടെ ശ്രദ്ധേയമായ സാന്നിധ്യം ഉണ്ടാകണം. അവിടെ മാത്രമേ വചനം എന്താകൂ? ജഡമായി തീരും. ജഡമായി തീരുന്ന ഒരു സ്വർഗീയ സന്തോഷ ദിവസമായി ക്രിസ്മസിനെ നമ്മൾ ആഘോഷിച്ച് മടങ്ങാൻ വേണ്ടിയല്ല. ഓരോ വചനവും നമ്മിൽ ജഡം ധരിക്കണം. ഇന്ന് 3 വേദഭാഗങ്ങൾ കേട്ടു. ഒറ്റ വാക്കേ ഐസകച്ചൻ പറഞ്ഞുള്ളൂ. വാക്ക് ഏതായിരുന്നു? ജീസസ്. The word Jesus. It is not a simple word. It is a culture. It is a way of life. It is an experience. It is an emotional form. ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു ഭാവമായി ക്രിസ്തു എന്ന പദത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു നല്ല സുദിനമായി ഈ ക്രിസ്മസ് കാലം ആയിത്തീരട്ടെ. എനിക്ക് ഈ ദേവാലയത്തിന്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ടാകാൻ ഒത്തിരി കാരണമുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം ഈ പള്ളിയുടെ നിറമെന്നാണ് പറയുന്നത്. ഈ ദീപച്ചനും ജേക്കബച്ചനും ആ അച്ഛനും ഒക്കെ ഇട്ടേക്കുന്ന കളർ എന്താ കളർ? ഒരു വൈറ്റ് ഹൗസ് പോലെ ഇരിക്കുക. നിങ്ങൾ ആരത് ചെയ്താലും വളരെ നല്ലതാണ്. ഒപ്പം നിങ്ങൾ വന്നാൽ ഉടനെ വായിക്കാനായിട്ട് ഇവിടെ 3 വാക്ക് എഴുതിയിട്ടുണ്ട്. എന്താണ് വാക്ക്? ഹോളി, ഹോളി, ഹോളി. ഇത് തോന്നിയിട്ടുണ്ടോ? മനോഹരമാണ്. ഫോട്ടോ എടുക്കാൻ നല്ല സ്ഥലമാണ്. ഒരാൾ എന്നോട് പറഞ്ഞു, വെച്ചാൽ ഈ പള്ളിയുടെ ഉദാശ നടക്കുന്ന സന്ദർഭത്തിൽ എന്നെ വിളിച്ച് പറഞ്ഞു, വെച്ചാൽ അവിടെ പോയി 2 പടം എടുക്കണം, ഇതെന്ത് സ്റ്റുഡിയോ എടുക്കും. അങ്ങനെ ഒരിക്കലും ഈ ദേവാലയത്തെ കാണരുത്. ചിത്രമെടുക്കാനുള്ളൊരു ഓഡിറ്റോറിയമായിട്ട് ഇതിനെ കാണരുത്. അതൊക്കെ എടുക്കാം, അതൊക്കെ സൂക്ഷിച്ചു വെക്കാം. പക്ഷേ ഇത് വിശുദ്ധ സ്ഥലമാണ്. ഈ വിശുദ്ധ സ്ഥലത്തിരുന്നുകൊണ്ട് ക്രിസ്തുവിന്റെ ജനനം നമ്മൾ ആഘോഷിക്കുമ്പോൾ അത് ഹൃദയത്തിൽ ഒരു പുതിയ വിപ്ലവം ഉണ്ടാക്കണം, ഒരു പുതിയ സുഗന്ധം ഉണ്ടാകണം. ക്രിസ്തുവിന്റെ നാമം നമ്മിലൂടെ അടുത്ത തലമുറയിലേക്ക് മാറ്റപ്പെടുവാൻ വലിയവനായ ദൈവം സാധ്യതകളും കൃപകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുകയാണ്. കൂടുതൽ സമയം ഞാൻ എടുത്തുവെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞ വാക്ക് ഒറ്റ പ്രാവശ്യം ഓർക്കുക പറയാമോ? What was the word today we have listened? Today we have dictated or illustrated in the word, through the word of God. What's the word? Jesus. ഒന്നും വേണ്ടിയില്ല. Please louder. Jesus. From the congregation, can you repeat once again? Jesus. Thank you. Thank you once again for listening and for inviting me. ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ളതുകൊണ്ട് ഇതിന്റെ ബാക്കി ഭാഗം എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ലൈവ് പോകുന്നതുകൊണ്ട് എനിക്കത് അല്പസമയം എടുത്താലും പിന്നീട് കേൾക്കാൻ പറ്റുമെന്ന് എന്നോട് ക്ഷമിക്കുക.
സമയം കൂടുതൽ എടുത്തെങ്കിൽ ഞാൻ പോകുന്നെങ്കിൽ അത് മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Christmas season for each and everyone. Thank you for listening.